കുട്ടികൾക്ക് 7 വയസ്സ് തികയുമ്പോൾ നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി അവരുടെ ആധാർ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഇന്ത്യ ഗവൺമെന്റ് മാതാപിതാക്കളോടും രക്ഷിതാക്കളോടും അഭ്യർത്ഥിച്ചു. 5 വയസ്സിന് മുമ്പ് ആധാറിൽ ചേരുകയും ഇപ്പോൾ 7 വയസ്സ് തികയും ചെയ്ത കുട്ടികൾക്കായി നിർബന്ധിത ബയോമെട്രിക് അപ്ഡേറ്റ് അതായത് MBU പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകത ചൊവ്വാഴ്ച യൂണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഊന്നിപ്പറയുന്നു. ഈ പ്രക്രിയ സുഗമമാക്കുന്നതിനായി കുട്ടികളുടെ ആധാർ രേഖകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറുകളിലേക്ക് സമയബന്ധിതമായ അപ്ഡേറ്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് UIDAI SMS ഓർമ്മപ്പെടുത്തൽ അയക്കാൻ തുടങ്ങി. ഈ അപ്ഡേറ്റ് ആധാർ ചൂണ്ടിക്കാട്ടുന്നതിന്റെ ഭാഗമാണ്. കൂടാതെ ബയോമെട്രിക് ഡേറ്റാബേസിന്റെ തുടർച്ചയായ കൃത്യത ഉറപ്പാക്കാൻ ഇത് സഹായിക്കുന്നുവെന്ന് ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പ്രാരംഭ എൻറോൾമെന്റ് സമയത്ത് പേര്, ജനന തീയതി, ലിംഗഭേദം, വിലാസം, ഫോട്ടോ തുടങ്ങിയ അടിസ്ഥാന ജനസംഖ്യാപരമായ വിശദാംശങ്ങൾ മാത്രമേ ശേഖരിക്കൂ. എന്നിരുന്നാലും ഒരു കുട്ടിക്ക് 7 വയസ്സ് തികയുമ്പോൾ ഒരു ബയോമെട്രിക് അപ്ഡേറ്റ് നിർബന്ധമാക്കും. ഇതിനെ ആദ്യത്തെ നിർബന്ധിത ബയോമെട്രിക് അപ്ഡേറ്റ് അല്ലെങ്കിൽ MBU എന്ന് വിളിക്കുന്നു. 5 വയസ്സിനും 7 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടി MBU നടത്തിയാൽ അത് സൗജന്യമാണ്. എന്നാൽ 7 വയസ്സിന് ശേഷം 100 രൂപ മാത്രമേ നിശ്ചിത ഫീസ് ഉള്ളൂ എന്ന് IT മന്ത്രാലയവും അറിയിക്കുന്നു. കുട്ടികളുടെ ബയോമെട്രിക് ഡാറ്റയുടെ കൃത്യതയും വിശ്വാസ്യതയും നിലനിർത്തുന്നതിന് MBU സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമായ ഒരു ആവശ്യകതയാണെന്ന് UIDAI പറയുന്നു. 7 വയസ്സിന് ശേഷവും MBU പൂർത്തിയാക്കിയില്ലെങ്കിൽ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ആധാർ നമ്പർ നിർജ്ജീവമാക്കുന്നതാണ്. പുതിയ ബയോമെട്രിക് സംവിധാനത്തിലുള്ള ആധാർ ജീവിത സൗകര്യം സുഗമമാക്കുകയും സ്കൂൾ പ്രവേശന പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യൽ, സ്കോളർഷിപ്പുകളുടെ ആനുകൂല്യങ്ങൾ നേടൽ, DBT അതായത് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതികൾ തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ആധാറിന്റെ തടസ്സമില്ലാത്ത ഉപയോഗം ഉറപ്പാക്കുകയും ചെയ്യുന്നു. മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ അവരുടെ കുട്ടികളുടെ അല്ലെങ്കിൽ വാർഡുകളുടെ ബയോമെട്രിക് ആധാർ മുൻഗണനാ ക്രമത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു.